അങ്ങനെ ട്രാവലർ കയറി നമ്മൾ നേരെ പോയത് എൻ്റെ രണ്ടാമത്തെ വല്യമ്മയുടെ വീട്ടിലോട്ട്. അവിടെ പോയപ്പോൾ എല്ലാവരും ഒരു വെയിറ്റിംഗ് ഫോർ എസ്. ഈ കാണുന്നതാണ് എൻ്റെ ചേച്ചിയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ട്രാവലർ വിളിച്ച് പോകുന്നത്. ഇത് ചേച്ചിയുടെ മോളും ഈ കാണുന്നത് എൻ്റെ ചേട്ടൻ്റെ മോനുമാണ്. രണ്ടുപേർക്കും കുരുത്തക്കേട് അടുത്ത് കൂടെ പോകാത്ത നല്ല പാവം പിള്ളേർ. അങ്ങനെ എൻ്റെ വെല്ലിച്ചന് ഒരു ചെറിയ സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ട് എല്ലാവരും വണ്ടി കയറ്റിയിരുത്തി. പോകുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാവർക്കും വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളർ ഉണ്ട്, വെറൈറ്റി കളറല്ലേ. അങ്ങനെ കുറേ കുത്തി കുലുങ്ങി വി ഫൈനലി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. അവിടെ എത്തിയപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനമായത്. പിന്നെ എല്ലാവർക്കും വിശക്കുന്നതുകൊണ്ടും പ്രോഗ്രാമിന് കുറച്ചുകൂടി ടൈം ഉള്ളതുകൊണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ചത് ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലി ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ബാക്കിയുള്ളൊരു മസാല ദോശ നീറോസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നേരെ അമ്പലത്തിലോട്ട് നടന്നു. ഈ കാണുന്നതാണ് ശ്രീ അവനങ്ങാട്ടിൽ വിഷ്ണുമായ ക്ഷേത്രം. ഈ അമ്പലത്തിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ കമന്റ് ചെയ്യട്ടോ. അങ്ങനെ ചേച്ചിയുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നന്നായി തൊഴുതു. അങ്ങനെ തൊഴുതു പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ വെല്ലുമ്മ വൻ മുട, ഒരു മൈൻഡും ഇല്ല. അങ്ങനെ വെല്ലുമ്മ സഹകരിക്കാത്തതുകൊണ്ട് ഞാൻ അമ്മേനെ വിളിച്ച് കുറച്ച് ഫോട്ടോസ് എടുത്ത് സംതൃപ്തി അടങ്ങി. ഇനി അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഈ കാണുന്നത് മരം കുത്തിയാണോന്നൊന്നും എന്നോട് ആരും ചോദിക്കരുത്. ഇതെന്റെ രണ്ടാമത്തെ വല്യമ്മയാണ്, അനിത സദാ. ഞങ്ങളുടെ വീട്ടിൽ ഫുൾ ഈ സൈസ് സാധനങ്ങളായതുകൊണ്ട് ചിരിക്കാനുള്ള വക വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. അങ്ങനെ എൻ്റെ അമ്പലം അവലോകനം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.